ഹായ് നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ് കളത്തിൽ. കല, യാത്ര, പാചകം അതാണ് നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ്. അതോടൊപ്പം തന്നെ രസകരമായ കുറച്ച് റീൽസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ് ചെയ്തേക്കുക. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി എന്ന മനോഹരമായ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. ആ കാഴ്ച നിങ്ങൾക്ക് കാണാം. ഓക്കെ. സാംസ്കാരിക നഗരമായ തൃശ്ശൂർ പട്ടണത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരം പുലരുന്നേ ഉള്ളൂ. ചാലക്കുടി എത്തുന്നതിന് മുമ്പ് ഇടതുഭാഗത്തേക്കുള്ള ഒരു വനപാതയാണ് അതിരപ്പള്ളി വനപാത. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ അങ്ങനെ പൊള്ളാച്ചി പോകുന്ന ഒരു റോഡാണത്. ഈ വനമേഖലയിൽ വനപാതയിലോട് ചേർന്ന് ചിലപ്പോൾ ചില മൃഗങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ ആന ഇറങ്ങുന്നൊക്കെ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ മാൻകൂട്ടങ്ങളും മറ്റ് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന രാത്രിയിൽ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് ഇവിടെ. വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര് കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര് പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട് പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. അതിരപ്പള്ളി കാഴ്ച കാണാനുള്ള സഞ്ചാരികൾ എത്താൻ ആവുന്നേ ഉള്ളൂ. അതിരപ്പള്ളി തൊട്ട താഴത്തുള്ള നമ്മുടെ കടകളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ അധികം ആളുകളൊന്നും കാണുന്നില്ലെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ തിരക്ക് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. ഇവിടെ കുട്ടികളെ ആകർഷിക്കാനുള്ള കച്ചവടങ്ങൾ ആണ്, കച്ചവട സ്ഥാപനമാണിത്. പാവകളും അതുപോലെ മറ്റ് ബേക്കറി ഐറ്റംസും പിന്നെ നല്ല ചായയൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നതിന് മുമ്പ് ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. വണ്ടികളൊക്കെ കുറവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ വണ്ടി നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് വേറെ ഉണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം നമ്മൾ നടക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഒരു അതിഥി രാവിലെ തന്നെ കാണാനുണ്ട്. പുള്ളിക്കാരൻ എന്താണ് ഐസ്ക്രീമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സഞ്ചാരികളൊക്കെ വരുമ്പോൾ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും. എവിടെ നിന്നാണോ രാവിലെ ഒരു ഐസ്ക്രീം കിട്ടിയത്. എന്തായാലും മറ്റ് സഞ്ചാരികളൊക്കെ നടന്നു തുടങ്ങി. പലരും തിരിച്ചിങ്ങോട്ട് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം, അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് കാണാം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നല്ലൊരു വൈബാണ് ഇവിടെ കേട്ടോ. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മേലെയുള്ള ഏരിയയാണ്. സഞ്ചാരികളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഒരു വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ മേലത്തെ വെള്ളം വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഞ്ചാരികളൊക്കെ വന്ന് കാണുന്നു. എന്തായാലും താഴെ പോയി ഒന്നും കൂടി നോക്കാം നമുക്ക്. വെള്ളം ഒഴുകുന്ന ആ ഒരു ഭംഗി, മേഘത്തിൻ്റെ നീല നിറം വെള്ളത്തോട് ചേർന്ന് ഒഴുകുന്നു. എന്തായാലും കുഴപ്പമില്ലാത്തൊരു കാഴ്ച അല്ലേ. എന്തായാലും ഞാൻ കുറച്ച് നേരം എൻ്റെ സംസാരം നിർത്തുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമാകുമ്പോൾ ആ വെള്ളം വീഴുന്ന ശബ്ദമാണല്ലോ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്നത്. അപ്പോൾ ആ ശബ്ദം ഒന്ന് കേൾക്കാം.
ഒരുപാട് ടൂറിസ്റ്റുകൾ താഴെയുണ്ട് ഈ മനോഹരമായ വെള്ളച്ചാട്ടം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനോഹരമായ വെള്ളച്ചാട്ടം ഒരുപാട് സിനിമകളിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ ആ ഒരു ശിവലിംഗമൊക്കെ എടുത്തു കൊണ്ടുവന്ന് വരുന്നൊരു സീന് അതിൽ ഹൈലൈറ്റാണ്. അപ്പോൾ അത് എന്തായാലും ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയ ഇവിടെയാണ്. മനോഹരമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടത്. മനോഹരമായ ഒരുപാട് വ്യൂ പോയിൻ്റുള്ള ഒരു സ്ഥലമാണ് ആതിരപ്പള്ളി ഈ വെള്ളച്ചാട്ടം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.